പ്രണയപൂർവം നിനക്കായി ഞാൻ ഭാഗം 61. നെഞ്ചുപൊട്ടി കരയുകയായിരുന്നു ആ മുറിയിൽ അവൾക്ക് അഗ്നിഹോത്രിയെ കൊല്ലാനുള്ള ദേഷ്യമാണ് തോന്നിയത്. പക്ഷേ തൻ്റെ മകൻ അയാളെ ഒരുപാട് സ്നേഹിക്കുന്നു. മകനാണ് എന്ന് കരുതി അയാളും അവനെ പ്രാണനെ പോലെ തന്നെ. പക്ഷേ തന്നെ വേദനിപ്പിക്കാൻ അവനെ ആയുധമാക്കുമ്പോൾ ആ സ്നേഹം അയാൾ മറന്നു പോകാറുണ്ട് എന്നവൾ ഓർത്തു. അന്ന് വൈകുന്നേരത്തോടുകൂടി ആ വീടിൻ്റെ മുന്നിൽ മറ്റൊരു കാറ് വന്നു നിന്നു. അതിൽ നിന്നും ഇറങ്ങുന്ന പെൺകുട്ടിയെ കണ്ടതും വീരഭദ്രൻ പുഞ്ചിരിയോടെ അങ്ങോട്ട് ചെന്നു. മോളെ, എങ്ങനെയുണ്ടായിരുന്നു യാത്രയെല്ലാം? അയാൾ ചോദിച്ചു. നന്നായിരുന്നു അച്ഛാ. എവിടെ മുത്തച്ഛൻ? അവൾ ചോദിച്ചു. അകത്തുണ്ട്, നിന്നെ കാത്തിരിക്കുകയാണ്, അയാൾ പറഞ്ഞുകൊണ്ട് രേഷ്മയെ അകത്തേക്ക് കൊണ്ടുപോയി. അവളെ കാത്തുന്നത് പോലെ അഗ്നിഹോത്രി ഇരിക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും അയാൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. വാ മോളെ, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? സുഖമായിരുന്നോ? അയാൾ ചോദിച്ചു. അതെ മുത്തശ്ശ, സുഖമായിരുന്നു. ഇനി നിന്റെ ഈ യാത്രകളൊക്കെ ഒഴിവാക്കണം. എന്നിട്ട് നീ അവൻ്റെ കൂടെ വേണം. പറ്റുന്ന സമയങ്ങളിലെല്ലാം അവനെ വിളിക്കണം, സംസാരിക്കണം. നീയും അവനുമായിട്ട് ഒരു സൗഹൃദമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ ആദ്യം നീ ശ്രമിക്കുക. യാത്രകളൊക്കെ അതിനുശേഷമാകാം. നിങ്ങൾക്ക് ഒരുമിച്ചാണെങ്കിലും യാത്ര പോകാലോ. അവന് നീയുമായിട്ട് ഒരുപാട് അടുപ്പമില്ല. അതുതന്നെയാണ് ഇപ്പോൾ ഈ വിവാഹം വേണ്ട, കുറച്ച് കഴിയട്ടെ എന്ന് വരെ അവൻ പറയാൻ കാരണം. അങ്ങനെ പറഞ്ഞോ? അവൾ ചോദിച്ചു. പറഞ്ഞു. അവനെന്തൊക്കെയോ യാത്രകളുണ്ടെന്ന്. ബിസിനസ് സംബന്ധമായ യാത്രകളായിരിക്കാം. അത് കഴിഞ്ഞിട്ട് മതിയെന്നാണ് അവൻ പറയുന്നത്. പക്ഷേ അത് ചിലപ്പോൾ നല്ലതിനാവില്ല. അറിയാലോ, അവനെപ്പോലെയുള്ള ഒരാളുടെ മനസ്സിലേക്ക് ഏതെങ്കിലും ഒരു പെണ്ണ് ഇടിച്ചു കയറിക്കഴിഞ്ഞാൽ അനന്തപത്മനാഭനും അംബികയും ഒന്നും മറ്റൊന്നും നോക്കില്ല. മക്കളുടെ ഇഷ്ടം മാത്രം നോക്കുന്ന അച്ഛനമ്മമാരാണ് അനന്തപത്മനാഭനും അംബികയും. അതുകൊണ്ട് അവർ വിവാഹം ഉറപ്പിച്ചു എന്ന് പോലും നോക്കില്ല, മക്കളുടെ ഇഷ്ടത്തിന് നിൽക്കും. അതുകൊണ്ടാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? അയാൾ ചോദിച്ചു. ഉണ്ട് മുത്തശ്ശ, ഇനിയിപ്പോൾ യാത്രകളൊന്നുമില്ല. നാളെ അങ്ങോട്ട് പോകുന്ന എന്നല്ലേ പറഞ്ഞത്? പോകാം. ഇനിയുള്ള കളികൾ അവിടെയാകാം, അല്ലേ മുത്തശ്ശ? അവൾ പുഞ്ചിരിയോടെ പറഞ്ഞതും അതെ, ഇനി അവിടെയാകാം. അപ്പോൾ നാളത്തെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തോളൂ, അയാൾ പറഞ്ഞു. അപ്പോഴേക്കും അങ്ങോട്ട് സരസ്വതി വന്നു. മകളെ കണ്ടു. പക്ഷേ അവൾ അമ്മയെ കണ്ടതായി പോലും ഭാവിച്ചില്ല. അമ്മയ്ക്ക് എപ്പോഴും ഉപദേശങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പക്ഷേ ആ മകൾക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. മുത്തശ്ശൻ്റെയും അച്ഛൻ്റെയും ചെറിയച്ഛന്മാരുടെയും പാത പിന്തുടരുന്ന ഒരു പെണ്ണായിരുന്നു രേഷ്മ. മോളെന്തെങ്കിലും കഴിച്ചായിരുന്നോ? കഴിച്ചു മുത്തശ്ശ, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എല്ലാവരുടെ ഒപ്പം കഴിച്ചിട്ടാണ് വന്നത്. എന്നാൽ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. പോകാനുള്ള ഒരുക്കങ്ങൾ രാവിലെ ചെയ്താൽ മതി, അയാൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. അയാൾ താഴെയുള്ള തേജയുടെ റൂമിലേക്ക് പോകുന്നത് കണ്ടതും സരസ്വതി അങ്ങോട്ട് തന്നെ നോക്കി നിന്നു. അതും കണ്ടതും വീരഭദ്രൻ അയാളുടെ ഭാര്യയുടെ അടുത്തേക്ക് വന്നു. നീ എന്താ അങ്ങോട്ട് നോക്കി നിൽക്കുന്നത്? അയാൾ ചോദിച്ചു. അത് പിന്നെ പറയണ്ടല്ലോ അച്ഛന്. അമ്മയ്ക്ക് ഞങ്ങളെക്കാൾ ഇഷ്ടം ആ ചെറിയമ്മ. അങ്ങനെ പറയാവോ? അല്ലെങ്കിൽ മുത്തശ്ശിന്ന് വിളിക്കേണ്ടി വരുമോ ഞാൻ? അവൾ ചിരിയോടെ ചോദിച്ചതും വേണ്ട, മുത്തശ്ശൻ കേൾക്കണ്ട. കേട്ടാലും എന്നെ ഒന്നും പറയില്ല അച്ഛാ, അവൾ പറഞ്ഞു. അത് തോന്നലാണ്. തേജയുടെ കാര്യത്തിൽ അച്ഛൻ സ്വാർത്ഥനാണ്. അത് നിനക്കറിയാലോ? അറിയാം. എന്നാലും എന്നേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണോ മുത്തശ്ശന് അവര്? ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, വെറുതെ അവരുടെ അടുത്തേക്ക് ഒന്നിനും ചെല്ലണ്ട. ഒരു ചെറിയ ബഹുമാനം കൊടുത്തു വേണം അവരോട് സംസാരിക്കാൻ. ഇല്ലെങ്കിൽ മുത്തശ്ശൻ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല. വീരഭദ്രൻ പറയുന്നത് കേട്ടതും അവൾ അയാളെ അത്ഭുതത്തോടെ നോക്കി. അത്രയ്ക്ക് ഇഷ്ടമാണ് മുത്തശ്ശന്? അത് നിനക്ക് ഇത്രയും നാളായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല മോളെ? വീരഭദ്രൻ ചോദിച്ചു. എവിടെ? മുത്തശ്ശൻ്റെ മകൻ ധീരജ്. സത്യത്തിൽ ധീരജ് അച്ഛൻ്റെ അനിയനായിട്ടല്ലേ വരിക? എൻ്റെ ചെറിയച്ഛനായിട്ട്. അപ്പം ഞാൻ ചെറിയച്ഛന്നല്ലേ വിളിക്കേണ്ടത്, ബാക്കിയുള്ള എൻ്റെ ചെറിയച്ഛന്മാരെ പോലെ? അവൾ ചോദിച്ചു. വന്ന് കയറിയപ്പോഴേ തുടങ്ങിയോ നീ അവനോട് വെക്കിട്ട് കയറാൻ? വേണ്ട, അത് വേണ്ടാന്ന് തന്നെയാ അച്ഛൻ പറയുന്നത്. മനസ്സിലാക്ക് നീ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന്. ഓ, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. ഞാൻ പോയി കിടക്കട്ടെ, രാവിലെ എന്നെ നേരത്തെ വിളിക്കാൻ നിൽക്കണ്ട, അവൾ സരസ്വതിയെ നോക്കി പറഞ്ഞതും ഇല്ല എന്ന് മാത്രം സരസ്വതി പറഞ്ഞു. അത് സരസ്വതിക്കുള്ള താക്കീതാണെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അത്രമാത്രം പറഞ്ഞ് തിരിഞ്ഞ് തേജയുടെ റൂമിലേക്കൊന്ന് നോക്കിക്കൊണ്ട്
അവിടെ നിന്ന് നടന്ന് അവരുടെ റൂമിലേക്ക് പോയി. അച്ഛാ, അവരെല്ലാം നാളെ എത്തുന്നാണ് പറയുന്നത്? അവൾ ചോദിച്ചു. നാളെ എത്തുന്നാണ് എന്നോട് പറഞ്ഞത്. വൈകുന്നേരം അമ്മയ്ക്ക് എത്തുമായിരിക്കും. പിന്നെ പറഞ്ഞത് മറക്കണ്ട, എപ്പോഴും ആദിലക്ഷ്മിയുടെ കൂടെ നീ ഉണ്ടാകണം. ഒരു കാരണവശാലും ബാക്കിയുള്ളവരുമായിട്ട് ആദിലക്ഷ്മിയെ ഒരുപാട് അടുപ്പിക്കണ്ട. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തീർന്നു. അറിയാലോ അവളുടെ സ്വഭാവം. എല്ലാം ചെകഞ്ഞന്വേഷിക്കാൻ വിദഗ്ധയാണ് അവൾ. അറിയാച്ചാ, അവളുടെ കൂടെ തന്നെ ഞാനുണ്ടാകും. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. എന്നാലും ഈ പെട്ടെന്നുള്ള വെഡ്ഡിങ് ആനിവേഴ്സറി, അതും തറവാട്ടിൽ വെച്ച് നടത്താതെ ഇവിടെ വെച്ച് നടത്തുന്നത് കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ അച്ഛന്? ആനന്ദിന്റെ സഹോദരി ചോദിച്ചു. ഇല്ല, ഇതിപ്പോ കല്യാണം പ്രമാണിച്ച് അവിടെ വർക്ക് നടക്കുന്നത് കൊണ്ടല്ലേ ഇതുപോലൊരു വീടെടുത്തത്. അതും സ്വന്തമായിട്ട്. ഈ ഏരിയയിൽ ഏറ്റവും വലിയ വീടാണ്. എന്തായാലും കോടികളായിട്ടുണ്ടാകും. എൻ്റെ അച്ഛാ, അനന്തനങ്ങളിന് ഇതെല്ലാം വലിയ സംഭവമാണോ? ഇതുപോലത്തെ എത്ര വീടുകൾ തന്നെ ഉണ്ടാവുമെന്ന് അറിയോ? അവർക്ക് തന്നെ അറിവുണ്ടാവില്ല. പിന്നെ അംബികാന്റിയുടെ ഗരുഡമന എന്ന് പറയുന്ന അത്രയും വലിയ കോടികളുടെ ആസ്തിയാണ് ഇപ്പോഴും തിരിഞ്ഞു നോക്കാതെ അവർക്കായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നത്. എനിക്ക് ഈ നാളെ വരാൻ പോകുന്ന അഗ്നിഹോത്രി എന്ന് പറയുന്ന ആ മുത്തച്ഛനെ ഒട്ടും ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, മകന്റെ ഭാര്യയെ വിവാഹം കഴിക്കാന്നൊക്കെ പറഞ്ഞ വേണ്ട അമൃത, അതിനെപ്പറ്റി ഒരു സംസാരം വേണ്ട. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കിപ്പോൾ അവരുടെ സഹായം ആവശ്യമാണ്. ആ സഹായത്തിലൂടെ ആ സ്വത്തുക്കൾ പകുതി നമുക്കും വേണം. അത് മാത്രമല്ല, ഈ വീട്ടിലെ ഒരേ ഒരു പെൺകുട്ടിയാണ് ആദിലക്ഷ്മി. തരക്കേടില്ലാത്ത സ്വത്തുക്കൾ അവളുടെ പേരിൽ എന്തായാലും കൊടുക്കും. അത് തന്നെ മതി, നമുക്ക് ധാരാളമാണ്. അയാൾ പറഞ്ഞതും അച്ഛൻ നോക്കിയിരുന്നോ? ആനന്ദ് പറഞ്ഞത് മറന്നോ? എനിക്ക് തോന്നുന്നില്ല അവന്റെ കയ്യിൽ നിന്ന് 10 രൂപ കിട്ടുമെന്ന്. അതുകൊണ്ട് അത് അവളുടെ പേരിലേക്ക് ആക്കാതെ കുറച്ചെങ്കിലും ആനന്ദിന്റെ പേരിലോ അച്ഛന്റെ പേരിലൊക്കെ മാറ്റി മേടിക്കാൻ നോക്ക്. അവളുടെ പേരിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ നോക്കിയിരിക്കത്തേയുള്ളൂ, അമൃത പറഞ്ഞു. അച്ഛനും മകളും റൂമിലിരുന്ന് പ്ലാനിങ് നടക്കുകയാണ്. എന്നാൽ ഇതേ സമയം ആദിലക്ഷ്മിയും ആദികേശും ആദിശേഷുമെല്ലാം സണ്ണിയുടെ വീട്ടിൽ കൂടിയിരുന്നു. അവിടെ എല്ലാവരും കൂടി ഹാളിലിരുന്ന് കപ്പയും ബീഫും മീൻകറിയും എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞത് നന്നായി, അല്ലെങ്കിൽ തികയില്ലായിരുന്നു നമുക്ക്, അല്ലടാ? അവരുടെ കഴിപ്പ് കണ്ടുകൊണ്ടിരുന്ന സെബി പറഞ്ഞു. സത്യത്തില് അവിടെ അംബികാമ്മ ഒന്നും ഉണ്ടാക്കിയില്ലേ? പട്ടിണിയാണോ നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്? സെബി ആദികേശിന്റെയും ആദിശേഷിന്റെയും ആദിലക്ഷ്മിയുടെയും കഴിപ്പ് കണ്ട് ചോദിച്ചു. പിന്നെ ഇത് നമ്മുടെ അമ്മച്ചിയുടെ കൈപ്പുണ്യല്ല മോനെ. ഞങ്ങളുടെ അമ്മയുണ്ടാക്കും, പക്ഷേ ഇത്രയ്ക്ക് അങ്ങോട്ട് വരില്ല. അമ്മ വെജിറ്റേറിയൻ ഫുഡിലാണ് PhD എടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ റോസി അമ്മച്ചി, ഓ, ഈ കയ്യില് ഒരു പൊന്മള ഇട്ട് കൊടുക്കണം. ആദിശേഷ് പറഞ്ഞതും നീ നാളെ ജ്വല്ലറി പോയിട്ട് വരുമ്പോൾ എടുത്തോണ്ട് പോര്. അമ്മച്ചിയുടെ കയ്യിൽ ഇട്ട് കൊടുത്തോ, ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല. വേണമെങ്കിൽ ഞങ്ങളുടെ കയ്യിലും കൂടി ഇട്ടോ. സെബി പറഞ്ഞതും അത് നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടില്ല, നീ കൊണ്ടുപോര്, എനിക്ക് കഴിച്ചേൻ മതിയേ. ജോൺ പറഞ്ഞതും ആ നോക്കിയിരുന്നോ, അറുത്ത കൈക്ക് ഉപ്പ് തെക്കാത്ത സാധനം അത്. അറുപ്പിശുക്കൻ ഒരു മിഠായി പോലും ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കണ്ട. ആദിലക്ഷ്മി പറഞ്ഞതും സണ്ണി ആദിശേഷനെ നോക്കി. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ, നീ നാളെ വരുമ്പോ ഒരു 3-4 കുപ്പി ബിയർ വാങ്ങിക്കൊണ്ടുപോര്. സണ്ണി ആദിശേഷനെ നോക്കി പറഞ്ഞതും സണ്ണി ചായ ഇപ്പൊ അതല്ലേ പറഞ്ഞത്? അതിലും ഭേദം കുറച്ചുകൂടി ബെറ്റർ വല്യേട്ടനാണ്. അവിടെ ചോദിച്ചോ, എത്ര വേണമെങ്കിലും കിട്ടും. ഇവിടെ നിന്ന് ഒരു കുപ്പി ബിയർ പോലും കിട്ടുമെന്ന് വിചാരിച്ചിരിക്കേണ്ട. ആദിലക്ഷ്മി പറഞ്ഞതും സണ്ണി ആദിശേഷനെ ഒന്ന് നോക്കി. നീ കൊണ്ടുവരില്ലേ? സണ്ണി ചോദിച്ചതും ആദിശേഷ് ആദ്യം ഇല്ല എന്ന് പറഞ്ഞ് തലണക്കാൻ പോയതും പെട്ടെന്ന് സണ്ണി കണ്ണുകൊണ്ട് എന്തോ കാണിച്ചതും ആ ഞാൻ കൊണ്ടുവരാം. എത്രണ്ണം വേണോ അളിയാ? ഒരു 6 മതി അല്ലേടാ ജോണി? ആ 6 മതി, ബാക്കി ഫുള്ളായാൽ മതി, ബിയറൊന്നും വേണ്ട. ജോൺ പറഞ്ഞതും ഇപ്പൊ കിട്ടും, നോക്കിയിരുന്നോ എന്ന ഭാവത്തിൽ ഇരിക്കുന്ന ആദിലക്ഷ്മിയെ ഞെട്ടിച്ചുകൊണ്ട് ഞാൻ എത്തിക്കളിയാ, നാളെ വൈകിട്ട് അവരൊക്കെ വരുന്നതാണ്, അത് കഴിഞ്ഞിട്ട് പോരെ? അത് മതി, അവിടത്തെ ക്ഷീണം തീർക്കാൻ എന്തായാലും വേണ്ടി വരും, സണ്ണി പറഞ്ഞു. ഓ ശരിക്കും നല്ല ടെൻഷനുണ്ട് കേട്ടോ. നാളെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ആരെയെല്ലാം എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും എന്നെല്ലാം ആലോചിച്ചിട്ട്. ആദികേഷ് പറഞ്ഞതും അതെന്തിനാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്? റോസ്മേരി ചോദിച്ചു. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ട വല്ല പ്രേതമാണെന്ന് പറഞ്ഞ് ബോധം കെട്ട് വീണാലോ? ആ അത് ശരിയാ,
പക്ഷേ മറ്റൊരു ചാൻസ് ഉണ്ട്. ഇവരെ രണ്ടുപേരെയും ആരാണോ ആ ജനിച്ച സമയത്ത് മാറ്റിയിരിക്കുന്നത്, അയാൾ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നാളെ അയാളുടെ മുഖത്ത് നമുക്കത് കാണാൻ പറ്റും. അതിനു വേണ്ടി എല്ലാവരെയും ഒന്ന് നിരീക്ഷിക്കണം. ആകെ 2 കണ്ണുള്ളൂ, വരുന്നത് 10-30 പേരില്ലേ, എല്ലാത്തിനെയും എങ്ങനെ നോക്കാനാണ്? ആദിശേഷ് പറഞ്ഞതും അതിന് നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? 30 അല്ല 50 പേര് വന്നാലും 50 പേരുടെയും മുഖത്തെ ദൃശ്യങ്ങൾ പകർത്താനുള്ള കഴിവ് സണ്ണിയുടെ ആയുധത്തിനുണ്ട്. അല്ലട സണ്ണി? ജോൺ ചോദിച്ചതും അവനൊന്ന് ചിരിച്ചു. എല്ലാം റെഡിയല്ലേ? സെബി ചോദിച്ചു. അവൻ റെഡിയാണെന്ന് അവൻ്റെ തള്ളവിരൽ ഉയർത്തി കാണിച്ചു. നീ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടോ സണ്ണി? ആദികേഷ് ചോദിച്ചതും അപ്പോഴും അവനൊന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. ഇവൻ്റെ ഈ ചിരി കാണുമ്പോഴാ. ഒന്ന് പറ എൻ്റെ സണ്ണി, നീ അവിടെ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? പറയില്ല, അത് കണ്ടു തന്നെ അറിഞ്ഞാൽ മതി, സണ്ണി പറഞ്ഞു. ഗൗരി, നാളെ ഇടാനുള്ള ഡ്രസ്സും ഒരുപോലത്തെ തന്നെയല്ലേ? ലക്ഷ്മി ചോദിച്ചതും ഗൗരി സണ്ണിയെ നോക്കി. അതെ, ഒരുപോലത്തെ ഡ്രസ്സ്. അന്ന് ഞങ്ങളെ ഞെട്ടിച്ചില്ലേ, അതുപോലെ തന്നെ ഞെട്ടിക്കണം, കേട്ടല്ലോ? ഉറപ്പ്, ലക്ഷ്മി പറഞ്ഞു. ഉറപ്പല്ലേ ഗൗരി? സെബി ചോദിച്ചു. അവളും ചിരിയോടെ തന്നെ സമ്മതിച്ചു. അല്ല, ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത് ഇതാണ് ആദിലക്ഷ്മിയെന്നും ഇതാണ് ഗൗരിയെന്നും? മനസ്സിലായില്ലേ? ഞങ്ങളിതേ ഈ സണ്ണിയെ കൊണ്ട് അവൻ്റെ പെണ്ണിൻ്റെ മൂക്കുത്തി ഞങ്ങൾ മാറ്റിച്ചു. മൂക്കുത്തി നോക്കിയാ ഇപ്പൊ കണ്ടുപിടിക്കുന്നത്. മോളെ ലക്ഷ്മി, ദൈവത്തെ ഓർത്ത് നീ പണി തരരുത്, ഒരുപോലത്തെ ഇട്ടുകൊണ്ട് വരരുത് കേട്ടോ, ആനന്ദ് പറഞ്ഞതും അയ്യേ, ഇവനിനി ഇവളെ കെട്ടുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊച്ചേ, നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറയാണ്, നിനക്ക് നല്ല പറ്റിയ ചെക്കനെ ഞങ്ങൾ നോക്കട്ടെ. ഇഷ്ടംമാതിരി സുന്ദരന്മാരുണ്ട് വയനാട്ടില്, വേണമെങ്കിൽ ഞങ്ങൾ നോക്കാം, സെബി പറഞ്ഞതും അപ്പോഴേക്കും അവന്റെ ദേഹത്തേക്ക് ഒരു പാവക്കുട്ടി വന്ന് വീണു. ഡാ, ഇറങ്ങിപ്പോടാ അവിടുന്ന്, അവൻ എൻ്റെ പെണ്ണിന് കല്യാണം ആലോചിക്കാൻ വന്നിരിക്കുന്നു. ഞാനും നീ പറഞ്ഞ ഈ വയനാട്ടുകാരൻ തന്നെയാ. ഞാൻ കണ്ടിട്ടില്ല അവിടെ കുറെ സുന്ദരന്മാര്, ആകെ കൂടി അവിടുത്തെ ഏറ്റവും വലിയ സുന്ദരനാ ദേ ഇരിക്കുന്നവൻ, സണ്ണിയെ കാണിച്ച് പറഞ്ഞു. പിന്നെ ഉള്ളത് ഞാനാ, അതുകൊണ്ട് ഞാൻ തന്നെ മതി അവൾക്ക്. എന്തോ? നീയോ? മോനെ സുന്ദര, നീ ഏത് കണ്ണാടി നോക്കിയിട്ടാണടാ നീ സുന്ദരനാണെന്ന് പറഞ്ഞത്? സെബി ചോദിച്ചു. പിന്നീട് അങ്ങോട്ട് പരസ്പരം കളിയാക്കലും വഴക്ക് കൂടലും എല്ലാമായി പോകുമ്പോഴാണ് അങ്ങോട്ട് ആനന്ദകൃഷ്ണനും അംബികാമ്മയും വരുന്നത്. നിങ്ങൾ പോന്നോ? അപ്പോ വീടടച്ചോ? അതെങ്ങനെയാ? അവിടെ 4 ആറ്റം ബോംബുകളില്ലേ? എടാ 3, ആനന്ദ് പറഞ്ഞതും അതെന്താ 3? 4 പേരില്ലേ? അമ്മയെ ഒഴിവാക്കിക്കോ, അത് ചെറിയൊരു കമ്പിത്തിരിയാ, ആനന്ദ് പറഞ്ഞു. ആ ശരി, അല്ല അവരൊക്കെ എന്ത് ചെയ്തു, ഉറക്കിയോ? ആദികേഷ് ചോദിച്ചു. ഇല്ല, എല്ലാവരും ഉണ്ട്, എല്ലാം റൂമിൽ തന്നെയായിരുന്നു. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയതാ. ആരോട്? അവരോട് പറഞ്ഞോ? ഇല്ല, ആനന്ദിന്റെ അമ്മയോടെ പറഞ്ഞത്. ഓ, അതേതായാലും നന്നായി അമ്മ. ആ അമൃതയോടെങ്ങാനാണ് അമ്മ പറഞ്ഞെങ്കിൽ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ആരെ കാണാൻ പോകുന്നു, എപ്പോൾ വരും എന്ന് വേണ്ട, ഒരു 1000 ചോദ്യങ്ങളുണ്ടാവും. ഈ 1000 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്ന് പറഞ്ഞ ബുക്ക് അവൾക്ക് വേണ്ടി കണ്ടുപിടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. അവളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ എത്ര ബുക്ക് നോക്കേണ്ടി വരുന്നറിയോ? ആദിലക്ഷ്മി പറഞ്ഞു. പണി കിട്ടിയായിരുന്നോ? റോസ്മേരി ചോദിച്ചു. പിന്നല്ലാണ്ട്, അവരെ റൂം കാണിക്കാൻ കൊണ്ടുപോയിട്ട് പെട്ടു പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. നിങ്ങളിരിക്കെ, ദേ കപ്പയും മീൻകറിയോ അല്ലെങ്കിൽ ബീഫോ എടുക്കട്ടെ, അമ്മച്ചി ചോദിച്ചു. വേണ്ട, അവിടെ ചെന്നിട്ട് കഴിക്കാനുള്ളതല്ലേ, അവരുടെ ഒപ്പം ഇരുന്ന് കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ, അംബികാമ്മ പറഞ്ഞു. അതിനെന്താ, ഇപ്പതേ ഇവിടെ കുറച്ച് കഴിക്കേ, കുറച്ച് അവിടെ ചെന്ന് കഴിച്ചാൽ മതി. ത്രേസിക്കുട്ടി, ആ പ്ലേറ്റിങ് എടുത്തോ, അമ്മച്ചി പറഞ്ഞുകൊണ്ട് അമ്മച്ചി തന്നെയാണ് വിളമ്പിക്കൊടുത്തത്. അനന്തപത്മനാഭനെ അവിടെ സോഫയിലേക്ക് ഇരുന്നു, കൂടെ അംബികാമ്മയും. എന്നാ ഒരു പ്ലേറ്റിൽ തന്നാൽ മതി, ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചോളാം, അംബികാമ്മ പറഞ്ഞു. ആ, ഇതാണ് പറയുന്നത്, ഒരു പാത്രത്തിലുണ്ട് ഒരു പായിൽ ഉറങ്ങിയവരാണ് എൻ്റെ അച്ഛനും അമ്മയും എന്ന് ആദിലക്ഷ്മി പറഞ്ഞതും. അതേടി മോളെ, അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാ ഈ കാണുന്നതെല്ലാം. പക്ഷേ അത് ഞാനല്ലാന്ന് മാത്രം, ഞങ്ങളുടെ മുത്തശ്ശനായിട്ടും അച്ഛനായിട്ടും എല്ലാവരും അങ്ങനെയായിരുന്നു. ഇതൊന്നും ഞാനോ നിങ്ങളോ ഒന്നും അറിഞ്ഞില്ല എന്ന് മാത്രം, അനന്തപത്മനാഭൻ പറഞ്ഞു. അച്ഛാ, ദൈവത്തെ ഓർത്ത് പഴയ കഥകൾ പറയരുത് പ്ലീസ്, അതിനു പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞങ്ങൾ.
ആദിലക്ഷ്മി പറഞ്ഞു. അല്ല, നാളെ എങ്ങനെയാണ് വരുന്നവർക്കുള്ള ഫുഡൊക്കെ? അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വരുന്നവരുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴേ ഉറക്കമൊക്കെ പോവാണ് കേട്ടോ. ആദികേഷ് പറഞ്ഞതും അതെന്താ, അതിൽ നിന്റെ രേഷ്മ വരുന്നുണ്ടോ? സെബി ചോദിച്ചതും നിന്റെ രേഷ്മയോ? വേണമെങ്കിൽ നീ എടുത്തോ, എനിക്ക് വേണ്ട. അയ്യോ പൊന്നെ, ദൈവത്തോർത്ത് ചതിക്കല്ലേ. ഒരെണ്ണത്തിനെ തന്നെ കൊണ്ടു നടക്കുന്ന പാട് എനിക്കറിയാം. ഇനി അടുത്തതിനെ കൂടി താങ്ങില്ല മോനെ. സെബി റോസ്മേരിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞതും നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ. റോസ്മേരി സെബിയോട് പറഞ്ഞതും ഇല്ല, ഞാൻ നിന്നിൽ തൃപ്തയാണ് മോളെ, അവൻ പറഞ്ഞു. അവരുടെ എല്ലാം സംസാരവും കളിയും ചിരിയുമെല്ലാം അനന്തപത്മനാഭനും അംബികയും അമ്മച്ചിയുമെല്ലാം നോക്കി കാണുകയായിരുന്നു. ഇത്രയും സന്തോഷമായിട്ട് ആ വീട്ടിൽ നമ്മളിങ്ങനെ ഇരുന്നിട്ടുണ്ടോ എന്നാണ് ആ സമയം അനന്തപത്മനാഭനും അംബികയും ആലോചിച്ചത്. രണ്ടുപേരും പരസ്പരം നോക്കി. കുറച്ച് സമയം കൂടി അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് അനന്തപത്മനാഭനും അംബികയും അവിടെ നിന്നും അപ്പുറത്തേക്ക് പോയത്. നിങ്ങൾ വരുന്നില്ലേ? പോകുന്നതിന് മുമ്പ് അനന്തപത്മനാഭൻ ചോദിച്ചു. വരണോ? വാ പിള്ളേരെ, അവരെ വന്ന് ഒന്ന് മുഖം കാണിക്കേ. ഇനിയിപ്പോ ഉറങ്ങാറായില്ലേ? അംബിക ചോദിച്ചു. പോകുന്നതിന് മുമ്പ് കുറച്ചു നേരം മക്കളെയും കളിപ്പിച്ചതിന് ശേഷമാണ് അവരവിടെ നിന്നും ഇറങ്ങിയത്. ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അന്ന് കണ്ട ആ ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടതും സണ്ണി ആദിശേഷനെ നോക്കി. നിന്റെ അമ്മായിച്ചൻ വന്നിട്ടുണ്ട്, ചെല്ല് സംസാരിക്കുക, സണ്ണി പറഞ്ഞു. അയ്യോ വേണ്ട, അങ്ങേരൊരു കത്തിയാണ്, ഇപ്പം എങ്ങനെ ചെന്ന് പെട്ടാ? ഇപ്പൊ സമയം 9 മണി. വേണ്ട മോനെ, എനിക്ക് ഉറങ്ങണം, അവൻ പറഞ്ഞു. ചെല്ലടാ, ചെന്ന് സംസാരിച്ച് സോപ്പിട്ട് വെക്കുക. വെറുതെ അവളിലേക്കുള്ള ഒരു വഴിയാണ് ഈ ഡോക്ടർ, അതായത് അവളുടെ അപ്പൻ. ചെല്ല്, വേണമെങ്കിൽ നോക്കിക്കോ, സണ്ണി പറഞ്ഞു. ഓഹ്, ഇന്ന് വേണോ? നാളെ പോരെ? അങ്ങനെ ഇനി ഇവിടെ തന്നെ ഉണ്ടാകില്ലേ? നിന്റെ ഇഷ്ടം, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, സണ്ണി പറഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.